നമുക്കൊരു നങ്ങിമീൻ ഫ്രൈ നോക്കിയാലോ. അതിന് നന്നായിട്ട് കഴുകിയിട്ട് മിനിമം 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഒരു മിക്സി ജാർ എടുക്കുക, അതിൽ സബോളയോ ചെറിയുള്ളിയോ എന്തായിട്ടോ സൗകര്യം അത് വെച്ചിട്ട് ഇട്ടിട്ട് ഇത്തിരി ഒരു മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്തായി നമ്മുടെ ദോശയ്ക്കുള്ള ചമ്മന്തി ആയിട്ടോ. ഇപ്പോൾ രാവിലെ ദോശയ്ക്കുള്ള ചമ്മന്തിയാണ് ഉള്ളതെന്ന് വെച്ചാൽ അപ്പോൾ ഈ നങ്ങിമീൻ നമ്മൾ കുറച്ച് നേരം കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ എക്സസ് ഉപ്പൊക്കെ പോയിക്കോളും. ഇതിന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നല്ല കുറച്ചായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുക. എത്ര ചെറുതാണോ മീൻ അത്രയും ടേസ്റ്റ് കൂടും. ചെറുതാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പൊടിച്ചിട്ടും എടുക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇനി അതേ പാനിൽ നമുക്ക് കുറച്ചിങ്ങനെ വറുത്തതിന് ശേഷം അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ബാക്കിയുള്ള മാരിനേറ്റഡ് ആയിട്ടുള്ള ഉള്ളി ചമ്മന്തി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതേ ഇതിലേക്ക് ബാക്കി നമ്മൾ പൊരിച്ച് വെച്ച നങ്ങിമീൻ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നങ്ങിമീൻ വറുത്തത് റെഡി. ഇത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ്